ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു ഇൻസ്റ്റൻറ്റ് പാലപ്പ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ടേസ്റ്റി നിബിൾസ് എന്നുള്ള കമ്പനിയുടെ ഒരു പാലപ്പ മിക്സാണ്. അതിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പാലപ്പ മിക്സാണ്. ഞാനിന്ന് അത് രാവിലെ 1 മണിക്കൂർ മുന്നേ കലക്കി വെച്ചാൽ മതി, നല്ലതായിട്ടത് വരും. തേങ്ങാപ്പാൽ ചേർക്കണ്ട. ഇതിന് എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് ഇതിൻ്റെ പുറകിൽ എഴുതിയിട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. തേങ്ങ ചേർക്കാതെ വയ്ക്കാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ശരിയാകുമോ എന്ന്. പക്ഷെ അത് നന്നായിട്ട് ശരിയായിട്ട് വന്നു. അതായത് 2 കപ്പ് 1/2 കിലോ പൊടിക്ക് ഒരു 4 സ്പൂൺ പഞ്ചസാരയാണ് അവർ പറയുന്നത്. ഞാൻ അത്ര ഇട്ടില്ല, ഞാനൊരു 1-2 സ്പൂണിന് താഴെ ഇട്ടിട്ടുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മതി. അതും ഇട്ട് ഈ 2 കപ്പ് അരിപ്പൊടിക്ക് 4.5 കപ്പ് വെള്ളമാണ് പറയുന്നത്. അത് കറക്റ്റ് അളവാണ് കേട്ടോ. അതും കൂടെ ഒഴിച്ച് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ അതിന് നന്നായിട്ടൊരു പാലപ്പം അരയ്ക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റിൽ തന്നെ അതിങ്ങ് വരും. അതെന്നിട്ട് നമുക്കൊരു 1 മണിക്കൂറോളം അടച്ച് വെക്കാനാണ് അവർ പറയുന്നത്. ഇപ്പോൾ ഇച്ചിരി തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് 1 മണിക്കൂറിന് മേലെ വേണം എന്ന് ഓർത്തു. പക്ഷേ ഇല്ല, കറക്റ്റായിട്ട് 1 മണിക്കൂറായപ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് റെഡിയായി വന്നു. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ തന്നെ ഏകദേശം ഒരു പാത്രം മുക്കാലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു നന്നായിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ പാത്രത്തിൽ നിറഞ്ഞു വന്നു. അത്രയ്ക്ക് നിറയാനും മാത്രം 1 മണിക്കൂർ കൊണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ പാലപ്പം ഉണ്ടാക്കി നോക്കി. നന്നായിട്ട് ശരിയാകും കേട്ടോ. നല്ല ചട്ടി ഒന്ന് ചൂടായി, നമ്മൾ എല്ലാ പാലപ്പവും ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതൊഴിച്ച് ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റി പാലപ്പമാണ്. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ഹാർഡായതുപോലെ തോന്നി. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിരുന്നെങ്കിൽ കുറച്ച് സ്മൂത്തായേനെയെന്ന്. പക്ഷേ ഇവിടെ ഹസ്ബൻഡിന് ഇഷ്ടം ഇച്ചിരി ക്രിസ്പായിട്ടുള്ള പാലപ്പമാണ്. അപ്പോൾ ഞങ്ങൾക്കിത് കുഴപ്പമില്ലായിരുന്നു. എനിക്കൊരു ശകലം കൂടെ സ്മൂത്തായാൽ കൊള്ളാമെന്ന് തോന്നി. എന്നാലും ഇതിന് ബൈ 1 ഗെറ്റ് 1 ആണ് ഈ പാലപ്പപ്പൊടി. ഞാൻ റിലയൻസിൽ നിന്നാണ് വാങ്ങിച്ചത്. എല്ലാ റിലയൻസ് ഷോപ്പുകളിലും ഇത് കിട്ടും. പിന്നെ ആമസോണിലൊക്കെ കുറച്ചുകൂടെ വിലയാന്ന് തോന്നുന്നു. ഇത് 2 പാക്കറ്റിന് 110 രൂപ അങ്ങനെ ഏതാണ്ടേ ഉള്ളായിരുന്നു. ഇത് ഇത്രയും നല്ലതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പം നിങ്ങളെല്ലാം ഇതൊന്ന് മേടിച്ച് അതിൽ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി, നല്ല ഇഷ്ടപ്പെടും. പഞ്ചസാര മാത്രം നമുക്ക് വേണ്ട അളവിന് ചേർത്താൽ മതി. ഞാനിത് മുട്ടക്കറി ഉണ്ടാക്കി. മുട്ടക്കറിക്ക് ഇവിടെ മുട്ടയുടെ വെള്ളം മാത്രമേ കഴിക്കാറുള്ളൂ, മഞ്ഞ അതുപോലെ തന്നെ മാറ്റി വെക്കും. നിങ്ങളെല്ലാവരും ഇത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണാം.